ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. കുരിശിൻ്റെ വഴിയുടെ ഒന്നാമത്തെ സ്ഥലമാണ്. അന്യായമായിട്ടുള്ളൊരു വിധിയോടുകൂടിയാണ് അത് ആരംഭിക്കുന്നത്. നമ്മൾ തെറ്റിദ്ധാരണകളുടെ പേരിലോ അറിവില്ലായ്മയുടെ പേരിലോ മറ്റുള്ള മനുഷ്യരെ കുറ്റം വിധിച്ച ദിവസങ്ങളെയും നിമിഷങ്ങളെയും ഒക്കെ ഒന്ന് ഓർത്തെടുക്കാനായിട്ടുള്ള ദിവസം. നമ്മൾ കുറ്റം വിധിച്ച മനുഷ്യർ കുരിശിനേക്കാൾ ഭാരമുള്ള മനസ്സോടുകൂടെ കുരിശിൻ്റെ വഴി താണ്ടുന്ന ആ ഒരു നിമിഷങ്ങളെ ഒന്ന് ഓർത്ത് മാപ്പ് ചോദിക്കാനായിട്ടുള്ള ദിവസങ്ങളാണ്. വചനം പറയുന്നുണ്ട്, വിധിക്കരുത്, നിങ്ങളും വിധിക്കപ്പെടുകയില്ല. കുറ്റമാരോപണം നടത്തരുത്, നിങ്ങൾക്കും കുറ്റം ആരോപിക്കപ്പെടുകയില്ല. വളരെ കാര്യമായിട്ട് ചിന്തിക്കേണ്ടതും ധ്യാനിക്കേണ്ടതുമായിട്ടുള്ളൊരു കാര്യമാണ്. വിധിക്കാതിരുന്നു കഴിഞ്ഞാൽ നിങ്ങൾ വിധിക്കപ്പെടില്ല എന്നുള്ളതാണ് കാര്യം. ഈ ഒരു നോൻപ് കാലത്ത് പ്രത്യേകമായിട്ട് വിധിച്ച് ഭാരപ്പെടുത്തി മനസ്സ് തളർത്തി കളഞ്ഞ മനുഷ്യരെ ഒന്ന് മനസ്സുകൊണ്ടെങ്കിലും മാപ്പ് ചോദിക്കാനായിട്ടുള്ള കാലമായിട്ട് ഇതൊന്ന് മാറ്റിയെടുത്താൽ നല്ലതാണ്. ഇനിയൊരു വാക്കുകൊണ്ട് പോലും ഞാൻ ഒരാളെയും വിധിക്കില്ലായ കർത്താവേ എന്ന് വാക്ക് കൊടുക്കേണ്ട ഒരു സമയം. ഒരു ഗുരുവിൻ്റെ കഥ കേട്ടിട്ടുണ്ട്. അയാൾ വളരെ പാവപ്പെട്ടൊരു ഗുരുവായിരുന്നു. വിശപ്പടക്കാൻ പോലും ഒന്നും ഇല്ലാതിരുന്ന സമയത്താണ് പഴയ സാധനങ്ങളൊക്കെ കണ്ടുപിടിച്ച് അയാൾ വിറ്റ് വിശപ്പടക്കിയിരുന്നൊരു കാലം ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് ഇയാളെ പലരും പറ്റിക്കുമായിരുന്നു. എടുക്കാത്ത കള്ളനാണയങ്ങളൊക്കെ കൊടുത്ത് ഇയാളെ പറ്റിക്കുമായിരുന്നു. പക്ഷേ ഇയാൾ ആരോടൊന്നും തിരിച്ചു പറഞ്ഞില്ല. അവസാനം ഗുരു മരിക്കുന്നുണ്ട്. മരിച്ച് സ്വർഗ കവാടത്തിന് മുൻപിൽ ചെല്ലുമ്പോൾ 2 മാലാഖമാർ ഇദ്ദേഹത്തെ കാത്തു നിൽക്കുന്നുണ്ട്. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, ഗുരു പറയുക, അങ്ങ് ഈ ഭൂമിയിലായിരുന്നപ്പോൾ ചെയ്ത നന്മകൾ എന്തായിരുന്നു എന്ന് നിങ്ങളോട് പറയാമോ? കരം കൂപ്പി കണ്ണ് നിറഞ്ഞിട്ട് അയാൾ പറയുന്നുണ്ട്, നല്ലതൊന്നും ചെയ്യാനായിട്ട് പറ്റിയിട്ടില്ലെന്ന് തന്നെയാണ് എൻ്റെ ചിന്ത. ഒരുപാട് ഇടർച്ചകളൊക്കെ പറ്റിപ്പോയിട്ടുണ്ട്, ഒരുപാട് നന്മകളൊന്നും ചെയ്യാനും പറ്റിയിട്ടില്ല. പക്ഷേ ഒരു കാര്യം എനിക്കറിയാം, കള്ളനാണയങ്ങളൊക്കെ തന്നെന്നെ പറ്റിച്ച ഒരാളെ പോലും ഒരു വാക്കുകൊണ്ട് പോലും ഞാൻ ഇതുവരെയും വിധിച്ചിട്ടില്ല. ഇപ്പോൾ കണ്ണ് നിറയുന്നത് മാലാഖമാരുടെയാണ്. കരം കൂപ്പി ആ വൃദ്ധ ഗുരുവിൻ്റെ മുൻപിൽ നിന്നിട്ട് മാലാഖമാർ പറയുന്നുണ്ട്, ജീവിതത്തിൽ ഇതുവരെയും ഒരാളെയും ഒരു വാക്കുകൊണ്ട് പോലും വിധിക്കാത്ത ഒരാളെ വിധിക്കാൻ ഞങ്ങൾക്ക് എന്താണ് അവകാശം? അങ്ങേക്ക് തേജസ്സിൻ്റെ കൂടാരങ്ങളിലേക്ക് സ്വാഗതം. സ്വർഗ കവാടം തുറക്കപ്പെടുന്നത് ഇതുപോലെ വിധിയില്ലാതെ സ്നേഹപൂർവ്വം മനുഷ്യരെ ചേർത്ത് പിടിക്കുന്നവർക്ക് വേണ്ടിയാണെന്ന് ഈ കാലം നമ്മളെ ഓർമ്മിപ്പിക്കുമ്പോൾ, ഇത്രയും കാലം വിധിച്ച് മാറ്റി നിർത്തിയ, തെറ്റിദ്ധാരണകൾ കൊണ്ട് കുറ്റപ്പെടുത്തിയ, വേദനിപ്പിച്ച മനസ്സും ഭാരപ്പെടുത്തിയ ഹൃദയവുമായി മുന്നോട്ട് പോകാൻ നമ്മൾ തള്ളിവിട്ട മനുഷ്യരെ ഒന്ന് ഓർത്തെടുത്ത് അവരോട് മാപ്പ് ചോദിക്കണം. അല്ലെങ്കിൽ ചിലപ്പോൾ കാലാകാലത്തോളം ഈ സ്വർഗ കവാടം നമുക്ക് മുൻപിൽ അടഞ്ഞുകിടക്കും. വിധിക്കരുത്, നിങ്ങളും വിധിക്കപ്പെടുകയില്ല. കുറ്റാരോപണം നടത്തരുത്, നിങ്ങൾക്കും കുറ്റം ആരോപിക്കപ്പെടുകയില്ല. കർത്താവ് അനുഗ്രഹിക്കട്ടെ.